അപ്പൊ ഇന്ന് ആമിന്റെ സ്കൂളിൽ എന്താണ് ആനുവൽ ഡേ ആണ്. അപ്പൊ ഞങ്ങള് പോകാൻ വേണ്ടി പോകണം. 3:30 ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പത്തേ ഞങ്ങൾ റെഡിയായി. ആമിന്റെ മുടിയൊന്നും കെട്ടിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ട് വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ഇതിൽ ആമി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ പോകുവാണ് അല്ലേ? അപ്പൊ ഞങ്ങൾ അവിടുത്തെ ആമിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോകാൻ പോണേണ്. അങ്ങനത്തെ ഞങ്ങൾ അവിടെ എത്തി. അപ്പം ആമീൻ്റെ കുഞ്ഞു കുഞ്ഞു ഫ്രണ്ട്സൊക്കെ അവിടെ ഫ്രോക്കൊക്കെ ഇട്ട് നിൽക്കുന്നതിന് അങ്ങനത്തെ ആമി മോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, അവർ സുന്ദരമണികളാക്കി ഒരുക്കിയെടുക്കാം. അപ്പോൾ ഒരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാരൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിസ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഇരിക്കുന്നത് എന്തോ അറബിക് ഡാൻസിൻ്റെ മക്കൾ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കോൺവെക്കേഷൻ്റെ മക്കളാണ്. അവർ ഹത്തം കംപ്ലീറ്റ് ചെയ്താണ്. 2 വർഷം കൊണ്ട് ഹത്തം കംപ്ലീറ്റ് ചെയ്തു. കുഞ്ഞു മക്കളാണ്, 6 വയസ്സുള്ള. മാഷാ അല്ലാ. അപ്പോൾ അവർക്ക് ഇത്തിരി കഴിയുമ്പം റെഡിയാക്കിയൊക്കെ കൊടുക്കും. ഇനി നമുക്ക് ആമീനെ റെഡിയാക്കി കൊടുക്കും. അതിന് മുമ്പ് ഒരു കുഞ്ഞിനെ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ആമീനെ റെഡിയാക്കണത്. നമുക്കിനി കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെന്താ, ഐലൈനറൊക്കെ എഴുതണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ സുന്ദരി മക്കൾ ഇത് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. മാഷാ അല്ലാ. ഇന്ന് തലയിൽ വെക്കുന്നതും കൂടി വെച്ച് പോവാത്ത വിധത്തിൽ നമുക്ക് കുട്ടിക്കൊടുക്കാം. അങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കണം. അവർക്ക് ഇവരുടെ ഡാൻസ് വന്ന വരെ നോക്കിയിരിക്കാൻ കുറച്ച് പണിയാണ്. മേക്കപ്പൊക്കെ ഇട്ട് കയറണ വരെ അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അവർ ഇരുത്തി. ആമിത ആൻറ്റീനോട് വർത്താനം പറഞ്ഞിരിക്കുന്നതാണ്. നോക്കട്ടെ, അവിടെ ഇരിക്കേ, നോക്കട്ടെ. ചിരിച്ചേ എല്ലാരും, ചിരിച്ചേ ചിരിച്ചേ. സുന്ദരികളായല്ല. കൊള്ളാം 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 കൊള്ളാം. അങ്ങനത്തെ അവരുടെ ഡാൻസിൻ്റെ ടൈമായപ്പോൾ മിസ്സുമാർ അവരെ കൊണ്ടുപോയി അങ്ങനത്തെ സ്റ്റേജിൽ നിർത്തി കൊടുക്കുവാണ് കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ എല്ലാവരുടെയും ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ആയിട്ട്. അത് കാണുമ്പോൾ തന്നെ പാരൻസിന് ഒത്തിരി സന്തോഷമാവും അല്ലേ. എൻ്റെ മോളെ കയറ്റിയിട്ട് തന്നെ എനിക്ക് സന്തോഷം കൊണ്ടിട്ട് എന്താ പറയുക, ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണ പോലെ ആയിരുന്നു. ആദ്യമായിട്ടല്ലേ നിങ്ങൾ കയറുന്നത്. മാഷാ അല്ലാ, വലിയ കുഴപ്പമില്ലാണ്ട് കളിച്ചാമി. എന്നാലും ഞാൻ ഒട്ടും കളിക്കൂല എന്നാട്ടോ പ്രതീക്ഷിച്ചത്. ആദ്യം ഒട്ടും അനങ്ങണില്ലായിരുന്നു. ഇങ്ങനെ കളിക്കുമ്പോഴൊന്നും ഒട്ടും അനങ്ങൂലായിരുന്നു. ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് മാഷാ അല്ലാ കളിക്കണുണ്ട്. കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായല്ലേ.
അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഡാൻസൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മാഷാല്ലാ മാഷാല്ലാ, അതേ വരണോക്കിക്ക് നല്ല പോലെ കളിച്ചല്ലേ. അങ്ങനെ അതേ വന്നുണ്ട് കേട്ടോ. അതേ എൻ്റെ കുഞ്ഞൂസ് വന്നുണ്ട്. അങ്ങനെ അതേ അവർ കളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവർക്ക് ഫ്രൂട്ടിയും അതുപോലെ തന്നെ കേക്കും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു ആൻറ്റി. പിന്നെന്താ മേക്കപ്പ് തൂത്തുകളാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്കത് എല്ലാം കളയാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് കേക്ക് കഴിച്ചിട്ടിരിക്കുന്നതാണ്, ഫോട്ടോ ഒന്നും എടുത്തില്ല. അങ്ങനത്തെ ഇന്നായ മോളും ആമിയും കൂടി ഇരുന്നുകൊണ്ട് കേക്ക് കഴിക്കുവാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ ഹിപ്പ് വാഷ് വാങ്ങാണ്ടാന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫുള്ള് എടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് കേട്ടപ്പോൾ അവിടെ പോയി എത്തി നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് ഞങ്ങളുടെ സ്കൈ വണ്ണിലെ ആൺകുട്ടികൾ, അവരുടെ ഡാൻസ് ആട്ടാ. അതും എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ, ആമി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ വരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഫുള്ള് ഓട്ടോ വരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് ഫുള്ള് കാണാൻ പറ്റിയില്ല. ഇതായിട്ട് നമ്മുടെ കോൺവെക്കേഷൻ്റെ മക്കൾ, അവർ നല്ല സുന്ദരികളായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ അത് മരുവിന് ശേഷമാണ്, മരുവ് നിസ്കാരത്തിന് ശേഷമാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പേരൻസിനൊക്കെ വരാൻ പറ്റുമല്ലോ. അങ്ങനത്തെ അവർ റെഡിയായി നിൽപ്പുണ്ട്. ഇവർ സ്റ്റേജിലോട്ട് കയറുന്ന ഒരു വീഡിയോ ഉണ്ട്, നല്ല രസം. പക്ഷെ അത് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഞാനത് ഇടും. ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടായിട്ട് ഇങ്ങനെ ഇടുന്ന ഒരു ഫോട്ടോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അവരുടെ മിസ്സുമാരാണ് അപ്പുറം നിൽക്കുന്നത്. പിന്നെ അവിടെയുള്ള ഹെവൻസിലെ സാറുമാരാണ്. ഇപ്പോൾ 4ാമത്തെ കോൺവെക്കേഷനായിട്ടാണ്. കഴിഞ്ഞ വർഷം എൻ്റെ മോള് ഇതേപോലെ പഠിച്ചിറങ്ങിയതാണ്. ലാമിക്കുട്ടി അവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, ഇനി നമുക്ക് ഒപ്പനയുടെ കുഞ്ഞു മണവാട്ടിനെ കണ്ടാലോ, നല്ല മുഞ്ചുത്തി മണവാട്ടിനെ കണ്ടാലോ. നമ്മുടെ മണവാട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാട്ടോ ഒപ്പനക്ക്. ഇതാണ് നമ്മുടെ കളിക്കണ കുഞ്ഞു കുഞ്ഞു മൊഞ്ചുത്തികൾ. മാഷാല്ലാ, അതെ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് റെഡിയായി നിൽപ്പുണ്ടല്ലേ. ഭയങ്കര വർത്താനം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അരുണം കാളിടും നാളം കതിർ കത്തുന്നേ അരയിലെ
അങ്ങനെ ഒപ്പനയും കൂടി കഴിഞ്ഞു, ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് നെക്കി കഴിയുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ. മായക്കാറ്റെ നില്ല് നില്ല്, ചിത്തിര കയ്യിലെന്തുണ്ട്? അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ, പെറ്റുപെരുകണ പൊന്മയിൽ പിലിയോ.